ജോൺ ബ്രിട്ടാസിന്റെ പേരും പറഞ്ഞ് CPM-ൽ തമ്മിൽ തല്ല് തുടങ്ങിയിരിക്കുകയാണ്. RSSുമായുള്ള രഹസ്യബന്ധം മാത്രമാണ് അതിന് കാരണം. മുഖ്യമന്ത്രി ജോൺ ബ്രിട്ടാസ് എന്ന ഒരു AC റൂമിലെ പാർട്ടിക്കാരനെ ചുമതലപ്പെടുത്തിയതാണ് ആ പാർട്ടിക്കുള്ളിൽ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. നമുക്കറിയാം, RSSുകാരൻ്റെ കൊലക്കത്തിക്കിരയായ നൂറുകണക്കിന് പാവം രക്തസാക്ഷികളെ പോലും മറന്ന് RSS ബന്ധമുണ്ടാക്കിയ ജോൺ ബ്രിട്ടാസ് യഥാർത്ഥത്തിൽ ഈ സംസ്ഥാനത്തെ പാർട്ടിയെ തകർക്കുകയാണെന്നും പാർട്ടി ഭരണത്തിൻ്റെ സുഖം മാത്രം അനുഭവിച്ചു വരുന്ന അദ്ദേഹം ഈ പാർട്ടിയോട് യാതൊരു കൂറില്ലാത്തവനുമാണെന്നും സാധാരണ CPM പ്രവർത്തകർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പാർട്ടിക്ക് വേണ്ടി ജീവൻ നൽകിയവരെ അപമാനിക്കുകയാണ് ജോൺ ബ്രിട്ടാസ് എന്നാണ് പ്രവർത്തകർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. പിണറായി വിജയൻ്റെ തട്ടിപ്പിന് കൂട്ടുനിന്ന് ഇപ്പോൾ പ്രവർത്തകരെ മറന്ന് RSSുമായുള്ള ബാന്ധവം കൂടിയതാണ് പ്രവർത്തകരെ ആകെ നിരാശപ്പെടുത്തിയത്. നമുക്കറിയാം, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ രാജ്യസഭയിൽ തൊടുത്ത അമ്പ് നേരെ വന്നു കൊണ്ടത് കേരളത്തിലാണ്. PM ശ്രീ കരാറിൽ ഉടക്കിട്ട് നിന്ന CPIക്ക് ആ കരാറിന് പിന്നിലെ ദുരൂഹതകളിൽ ഇപ്പോൾ സംശയം ഇരട്ടിച്ചു വന്നു. അതിനിടയിലാണ് ഇപ്പോൾ CPM-ലും തമ്മിൽ തല്ല് തുടങ്ങിയത്. ജോൺ ബ്രിട്ടാസിൻ്റെ പങ്ക് എന്താണെന്ന് തുടക്കം മുതലുള്ള ഒരു സംശയത്തിന് ഉത്തരമായി മാറിയിരിക്കുന്നു മന്ത്രിയുടെ തന്നെ വെളിപ്പെടുത്തൽ. കേന്ദ്രത്തിനും കേരളത്തിനും ഇടയ്ക്ക് PM ശ്രീയിലെ പാലം അത് ജോൺ ബ്രിട്ടാസ് ആയിരുന്നു എന്ന് കേന്ദ്രമന്ത്രി തുറന്നു പറഞ്ഞിട്ടും എതിർക്കാനോ തിരുത്താനോ ബ്രിട്ടാസ് മുതിർന്നിട്ടില്ല, CPM-ഉം മുതിർന്നിട്ടില്ല. CPM-ഉം ഇടതുമുന്നണിയും നയപരമായി എതിർക്കുന്ന ഒരു വിഷയത്തിൽ കരാറിൽ ഏർപ്പെടാൻ ബ്രിട്ടാസ് ഇടനില നിന്നെങ്കിൽ ആ നീക്കം നിഷ്കളങ്കമാണെന്ന് CPI പറയുന്നില്ല, CPM-ന്റെ സാധാരണ പ്രവർത്തകരും കരുതുന്നില്ല. കടുത്ത അമർഷമുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പായതിനാൽ പരസ്യമായി ഉടക്കിനില്ല സംസ്ഥാന നേതൃത്വം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ പ്രവർത്തകർക്ക് നല്ല വികാരമുണ്ട്. കോൺഗ്രസിനെ വിമർശിച്ചായിരുന്നു ഈ വിവാദത്തിൽ ബ്രിട്ടാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിനും കേരളത്തിനും ഇടയിലെ പാലമാണെന്നാണെങ്കിൽ അത് ഉത്തരവാദിത്തമെന്നാണ് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞിരിക്കുന്നത്. അതായത് RSSും CPM-ഉം തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളൊരു പാലമായി താൻ മാറുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറയാൻ ഇവിടുത്തെ ജോൺ ബ്രിട്ടാസിന് കഴിയുന്നുണ്ട് എങ്കിൽ അത് സാധാരണ CPM പ്രവർത്തകരുടെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ടുള്ളൊരു യാത്രയാണ്. PM ശ്രീയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ ജോൺ ബ്രിട്ടാസ് പാലമായെന്ന പ്രസ്താവനയിൽ ഇനിയും എത്ര പാലങ്ങൾ വേണോ അത്രയും പാലങ്ങൾ ഉണ്ടാക്കുമെന്നാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഗതികേട് കൊണ്ട് പറഞ്ഞത്. ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായി ചെയ്യേണ്ട കാര്യങ്ങൾ കേന്ദ്രം ചെയ്യുന്നില്ല, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പാലമുണ്ടാക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്നാണ് ഗോവിന്ദൻ പ്രവർത്തകരെ നോക്കി ചോദിക്കുന്നത്. സംസ്ഥാനത്തെ ഒന്നാകെ ഇളക്കിമറിച്ച ഈ PM ശ്രീ വിവാദത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടയിൽ പാലമായി പ്രവർത്തിച്ചത് ജോൺ ബ്രിട്ടാസ് MP ആണെന്ന് പറഞ്ഞിട്ടും അതിനെ തിരുത്താൻ CPM ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് RSS ബന്ധം വളരെ വ്യക്തമായി സമ്മതിക്കുന്നതിന് തുല്യമാണ്. ഇതിന് പിന്നാലെ സർക്കാരിനും ബ്രിട്ടാസിനുമെതിരെ കനത്ത പ്രതിഷേധവുമായി പ്രതിപക്ഷവും സാധാരണ ജനങ്ങളും രംഗത്ത് വന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാൽ തങ്ങൾ കടുത്ത നിലപാടെടുക്കുമെന്ന് ഗോവിന്ദൻ പറഞ്ഞത് തന്നെ സ്വന്തമായി ഒരു തീരുമാനം തൻ്റെ കയ്യിലില്ല എന്നുള്ളത് തെളിയിക്കുന്നതാണ്. അങ്ങനെ പിണറായി വിജയനും ജോൺ ബ്രിട്ടാസിനും കീഴടങ്ങുന്ന ഒരു CPM നേതൃത്വത്തെയാണ് നമ്മൾ കണ്ടത്. അതായത് RSS എന്ന വർഗീയ സംഘടനയ്ക്ക് കീഴിൽ കൊണ്ടുപോയി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നയത്തെ കൊണ്ടുചെന്ന് കെട്ടിയത് അത് ജോൺ ബ്രിട്ടാസ് എന്നറിഞ്ഞിട്ടും ഒരു നടപടിയും അദ്ദേഹത്തിനെതിരെ എടുക്കാതിരിക്കുന്ന CPM-നെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്നും തന്നെ ജനങ്ങൾ ഇളകിമറിയുകയാണ്.